ഹലോ നമസ്കാരം. എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈമിലേക്ക് സ്വാഗതം. നരവേട്ട എന്ന പതാലിൽ തമ്പി നോവലിന്റെ അധ്യായം 2 ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 3 ജീപ്പ് നിറയെ പോലീസുകാർ ചേരി ലക്ഷ്യമാക്കി കുതിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഷ്ടിച്ച് ഒരു ജീപ്പിന് കടന്നു പോകാനുള്ള വഴി മാത്രമേ ചേരിയിലേക്കുണ്ടായിരുന്നുള്ളൂ. മുൻപിലും പിന്നിലുമായി കുണ്ടും കുഴിയും നിറഞ്ഞ പാതയിൽ കൂടി ജീപ്പ് മുന്നോട്ട് നീങ്ങി. എന്ത് വില കൊടുത്തും പുഷ്പദാസിനെ കസ്റ്റഡിയിലെടുക്കുക എന്നതായിരുന്നു ഡിവൈഎസ്പിയുടെ ലക്ഷ്യം. അവനെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ കേസ് തനിയെ ഉണ്ടായിക്കോളും. ചേരിക്കുള്ളിലൂടെ 2 ഫർലോങ് സഞ്ചരിച്ചപ്പോഴാണ് വഴി വാഹനസഞ്ചാരത്തിനൊട്ടും യോജിച്ചതല്ലെന്ന് മനസ്സിലായി ഡ്രൈവർ ജീപ്പ് നിർത്തിയത്. ഡിവൈഎസ്പിയും സബ് ഇൻസ്പെക്ടറും മാത്യുവും ജീപ്പിൽ നിന്ന് ഇറങ്ങി. 15ഓളം പോലീസുകാർ അവരെ പിന്തുടർന്നു. പുഷ്പദാസിന്റെ വീടിന് മുമ്പിൽ ഡിവൈഎസ്പി ഒരു നിമിഷം നിന്നു. വാതുക്കൽ പുഷ്പദാസ് എന്ന് ഇംഗ്ലീഷ് ലിപികളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. വീടിന്റെ വലതുവശത്ത് പോലീസുകാരെ നിർത്തിയിട്ട് ഡിവൈഎസ്പി കഥകിൽ മുട്ടി. ആരാ? പുഷ്പദാസ് ചോദിച്ചു. കഥക് തുറക്ക്. പുഷ്പദാസ് മേശവിളക്കിന്റെ തിരുനാളം ഉയർത്തിവെച്ചതിന് ശേഷം കഥക് തുറന്നു. അതേ നിമിഷം തന്നെ ഡിവൈഎസ്പി കൈനീട്ടിയാളുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് പുറത്തേക്ക് വലിച്ചിട്ടു. ഇവനടുത്ത് വണ്ടി കയറ്റി അദ്ദേഹം പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തു. ആ അവസരത്തിൽ പുഷ്പദാസ് ഉറക്കെ നിലവിളിച്ചു. അയാളുടെ ശബ്ദം കേട്ട് ഉറങ്ങിക്കിടന്നിരുന്ന പല കുടിലുകളും ഉണർന്നു. അവര് പുഷ്പദാസിന്റെ വീട് ലക്ഷ്യമാക്കി പാഞ്ഞു വന്നു. അവരുടെ കയ്യിലെ കുറുവടികളും വെട്ടുകത്തികളും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നേതാവിനെ വിട്. പല ഖണ്ഡങ്ങളിൽ നിന്നും ആജ്ഞാസ്വരത്തിലുള്ള ശബ്ദം പുറത്തേക്കൊഴുങ്ങി. ഒരുത്തം പോലും ചരിച്ചു വരുത്. ഡിവൈഎസ്പി താക്കീത് ചെയ്തുകൊണ്ട് തുറന്നു. ആരെങ്കിലും ആക്രമണം കാണിക്കാൻ മുതിർന്ന ഞങ്ങൾ വെടിവെക്കും. ഡിവൈഎസ്പിയുടെ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് ആരോ ഇരുട്ടിൽ നിന്നും ഒരു കല്ലെടുത്ത് അവർക്ക് നേരെ എറിഞ്ഞു. പെട്ടെന്ന് പോലീസിന് കലിയിളക്കി. അവർ കണ്ണിക്കണ്ടവരെയൊക്കെ തല്ലിച്ചതയ്ക്കാൻ തുടങ്ങി. അതിനിടെ പുഷ്പദാസ് പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. ആരോ പോലീസിന്റെ ജീപ്പിന്റെ ഗ്ലാസുകൾ തല്ലി തകർത്തു. ഉടനെ 2-3 പോലീസുകാർ ജീപ്പിനടുത്തേക്ക് ഓടിയെത്തി. കുടിലുകൾ മറഞ്ഞിരുന്ന ചിലരെ പോലീസുകാർ അടിച്ചു വീഴ്ത്തി. ചേരിയുടെ കുടിലുകൾ മുഴുവൻ ഇളകി. പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും പുറത്തേക്കോടി. പല വഴിക്കായി ചിന്നിച്ചിതറിയ പോലീസുകാർ തങ്ങൾക്ക് നേരെ പാഞ്ഞു വരുന്നവരെ യാതൊരു ദാക്ഷിണ്യമില്ലാതെ മർദ്ദിച്ചുകൊണ്ടിരുന്നു. പോലീസുകാർക്കും ധാരാളം മർദ്ദനേറ്റു. ഈ സമയത്താണ് ജീപ്പിന്റെ പെട്രോൾ ടാങ്ക് തല്ലി തകർത്തിട്ട് ആരോ തീ വെച്ചത്. തീ വളരെ വേഗം ആളിക്കത്താൻ തുടങ്ങി. മുഖത്തോട് മുഖം മുട്ടിയിരുമി നിന്നിരുന്ന കുടിലുകള് നിമിഷങ്ങൾക്കുള്ളിൽ തീ പിടിച്ചു. മിനിറ്റുകൾ കൊണ്ട് തീ കൂടുതൽ കുടിലുകളിലേക്ക് പടർന്നു കത്താൻ തുടങ്ങി. തങ്ങളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ അഗ്നി നക്കിത്തുടയ്ക്കാൻ തുടങ്ങുന്നത് കണ്ടുകൊണ്ട് ചിലർ കത്തിക്കൊണ്ടിരുന്ന കുടിലിനുള്ളിലേക്ക് പാഞ്ഞു വന്നു. പലർക്കും പിന്നീട് കുടിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. 1 മണിക്കൂർ 2000ഓളം പേര് തിങ്ങി പാർക്കുന്ന ചേരി പ്രദേശം മുനിസിപ്പൽ കോർപ്പറേഷന്റെ ചാട്ടിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടു. സംഭവം അറിഞ്ഞ് ഫയർഫോഴ്സ് പാഞ്ഞെത്തിയെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നേരം വെളുത്തത് ചേരി പ്രദേശം കത്തിയെരിഞ്ഞ വാർത്തയുമായിട്ടായിരുന്നു. പത്രപ്രവർത്തകരും സത്യാന്വേഷികളും സംഭവസ്ഥലത്തേക്ക് കുതിച്ചു. ടൗണിൽ നിന്നും ഇറങ്ങുന്ന പത്രങ്ങൾ സ്റ്റോപ്പ് പ്രസ് വാർത്ത കൂടി നൽകിയിരുന്നതിനാൽ കാട്ടുതീ പോലെ വാർത്ത പടർന്നു. തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ കത്തിക്കരിഞ്ഞ അനേകം ശവങ്ങള് ഫയർഫോഴ്സും പോലീസും ചാരക്കൂമ്പാരങ്ങൾക്കിടയിൽ നിന്നും കണ്ടെടുത്തു. ചാരത്തിന് ചുറ്റും മനുഷ്യർ നിന്ന് അലമുറയിടാൻ തുടങ്ങി. വീടും കൂടും മുറ്റവരും നഷ്ടപ്പെട്ട മനുഷ്യർ ചാരക്കൂമ്പാരങ്ങൾക്ക് ചുറ്റുമിരുന്ന് കണ്ണുനീര് വാർത്തു. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സർവകക്ഷി സർവമത ആക്ഷൻ കമ്മിറ്റി രൂപം കൊണ്ടു. നഗരത്തിൽ ഒരു മുറുക്കാൻകട പോലും തുറക്കാൻ ജനങ്ങൾ അനുവദിച്ചില്ല. പോലീസ് കാണിച്ച ആക്രമണത്തിനെതിരെ ജനരോഷം ആളിക്കത്തുകയായിരുന്നു. പുഷ്പദാസിനെ കസ്റ്റഡിയിലെടുക്കാൻ മുൻകൈയെടുത്ത ഡിവൈഎസ്പിയും സബ് ഇൻസ്പെക്ടർ പോലീസുകാരും സസ്പെൻഷനിലായി. സസ്പെൻഷൻ ലഭിച്ച പലരും മെമ്മോ കൈപ്പറ്റിയത് ആശുപത്രി കിടക്കിൽ കിടന്നുകൊണ്ടായിരുന്നു മാത്രം. 2 ദിവസം കഴിഞ്ഞപ്പോൾ ചാരക്കൂമ്പാരങ്ങൾക്ക് മുകളിൽ പുതിയ പുതിയ കുടിലുകൾ ഉയർന്നു. പുഷ്പദാസ് അവരുടെ അതിഷേധ്യ നേതാവായി തീർന്നു. അയാളുടെ ഭാര്യ സുമംഗലി വനിതാ സംഘടനയുടെ നേതാവായി തീർന്നു. 5 സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുവാൻ പുഷ്പദാസ് കൂട്ടുനിന്നത് ഒരു വിഷയമല്ലാതായി തീർന്നു. ഡിവൈഎസ്പിയെ സസ്പെൻഷനിലാക്കി തീർത്ത സംഭവത്തെപ്പറ്റി രഹസ്യം അന്വേഷിക്കുമെന്ന് DSP തീരുമാനിച്ചു. അദ്ദേഹം ടാക്സി ഡ്രൈവർ ശശിയെ തന്റെ ഓഫീസിലേക്ക് 2 പോലീസുകാരെ വിട്ടു വിളിപ്പിച്ചു. പുഷ്പദാസിനെ യാദൃശികമായി കാണാനിടയായ നിമിഷങ്ങളെ ശപിച്ചുകൊണ്ട് അയാൾ ഡിവൈഎസ്പിയുടെ ഓഫീസിൽ കയറി തൊഴുതു പിടിച്ചു. തന്റെ പേരെന്താ? ശശി. ഡ്രൈവർ ശശി എന്നെല്ലാവരും വിളിക്കും. പുഷ്പദാസ് കറുത്ത അംബാസഡർ കാറിൽ കറങ്ങി നടക്കുന്നത് താൻ കണ്ടായിരുന്നു? കണ്ടു. എവിടെ വെച്ചാണ് കണ്ടത്? ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വെച്ച്. കാറിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ ശ്രദ്ധിച്ചില്ല. ഡ്രൈവർ ഉണ്ടായിരുന്നു. ഡ്രൈവറെ കണ്ടാൽ തിരിച്ചറിയോ? ഇല്ല. താൻ ഡ്രൈവറെ കണ്ടില്ലേ? ഇല്ല. മുൻ സീറ്റിൽ ഇടതുവശത്തിരിക്കുന്ന പുഷ്പദാസിനെ മാത്രമേ കണ്ടുള്ളൂ. പുഷ്പദാസ് കറുത്ത അംബാസഡർ കാറിൽ കറങ്ങി നടക്കുന്നത്
നിങ്ങളെ കണ്ടുവെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും സംഭവവികാസങ്ങൾ ഇവിടെ നടന്നത്. യഥാർത്ഥത്തിൽ തന്റെ മൊഴിയിൽ വിശ്വാസം തോന്നിയതുകൊണ്ട് സംഭവിച്ചതാണ്. അതിരിക്കട്ടെ, അവൻ സഞ്ചരിക്കുന്ന ടൂറിസ്റ്റ് കാറായിരുന്നോ? കാറിന്റെ നമ്പർ പ്ലേറ്റ് ഞാൻ ശ്രദ്ധിച്ചില്ല. ഡിവൈഎസ്പി അശോകൻ കൈകൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ട് ശശിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. കാള പെട്ടെന്ന് കേട്ടാലുടൻ കയറെടുത്താലുണ്ടാകുന്ന അമളി. ഇവിടെ നിങ്ങളുടെ ഒരു മൊഴിയെ ചൊല്ലി എന്തെല്ലാം അനിഷ്ട സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ. നിങ്ങൾ തെറ്റ് ചെയ്തെന്ന് ആരും പറഞ്ഞില്ലല്ലോ. സംഭവം നടക്കുന്ന ദിവസം പുഷ്പദാസ് ഒരു കറുത്ത കാറിൽ സഞ്ചരിച്ചു എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന സംഗതിയാണ്. ശശിയോട് പോയിക്കൊള്ളാൻ പറഞ്ഞിട്ട് DSP അശോകൻ ചിന്താമയനായിട്ട് വളരെ നേരം ഇരുന്നു. പുഷ്പദാസിന് കേസുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. പെട്ടെന്ന് അദ്ദേഹത്തിന് മറ്റൊരു ഐഡിയ ഉണ്ടായി. നഗരത്തിലെ എത്ര കറുത്ത അംബാസഡർ കാറുകളുണ്ടെന്ന് അന്വേഷിക്കാം. ചിലപ്പോൾ പരിപാടി വിജയിച്ചെന്ന് വരാം. ടൗണിലുള്ള കറുത്ത കാറുകളെ പറ്റി അന്വേഷിക്കാൻ DYSP പുതിയ SIക്ക് രഹസ്യമായിട്ട് നിർദ്ദേശം നൽകി. ടൂറിസ്റ്റ് കാറുകൾക്ക് കറുപ്പ് നിറം വളരെ വിരളമാണ്. പ്രൈവറ്റ് കാറുകൾക്കാണ് സാധാരണ കറുപ്പ് നിറം. 3 ദിവസം അന്വേഷിച്ചിട്ടും പുഷ്പദാസ് ടൗണിലുള്ള കാറുകളിൽ സഞ്ചരിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞില്ല. സ്കൂളും ഹെഡ്മാസ്റ്ററും മാനേജറും കുട്ടികളെ കാണാതായ മാതാപിതാക്കളും മറ്റു സാമൂഹ്യ പ്രവർത്തകരും ബുദ്ധിജീവികളും അന്വേഷണങ്ങൾ കൊണ്ട് പോലീസിനെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. കേസ് അന്വേഷണ ചുമതല വഹിക്കുന്ന DSP അശോകനാണെന്ന് അറിഞ്ഞപ്പോൾ ടെലിഫോൺ കോളുകളുടെയും നേരിട്ടുള്ള അന്വേഷണങ്ങളുടെയും പ്രവാഹം അങ്ങോട്ടായി. അതുവരെ SIയുടെ അടുത്ത് തന്നെ എത്തി അന്വേഷിച്ചുകൊണ്ടിരുന്ന സുധാകരൻ DSP ഓഫീസിൽ കൂടെ ചെന്ന് തന്റെ മകളെ മീനയെ പറ്റി അന്വേഷണം തുടങ്ങി. അവളെ കാണാതായി അതറിഞ്ഞ നിമിഷം മുതൽ പൂർണ്ണ ഗർഭിണിയായ അവളുടെ അമ്മ ആശുപത്രിയിലാണ്. ഭാര്യയുടെ മുഖം കാണാതിരിക്കാനായി സുധാകരൻ പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് തന്നെ കിടക്കും. ഇടയ്ക്ക് ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്റെ പൊന്നുമോളെ കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ കരയാൻ തുടങ്ങും. കരച്ചിൽ തീരുന്നതും ബോധക്ഷയം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അവരുടെ നില ഗുരുതരമാകാതിരിക്കാൻ കഴിയുന്നതും സുധാകരൻ ആശുപത്രിയിലേക്ക് ചെല്ലരുതെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. അങ്ങനെ സുധാകരൻ ഏകനായി. ഭാര്യയെ കാണാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. മകളെ കശ്മലന്മാർ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. നഗരത്തിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന കറുത്ത കാറുകൾ കാണുമ്പോൾ അയാളുടെ ഹൃദയമിടിപ്പിന്റെ വേഗത വർദ്ധിക്കും. 1 മണിക്കൂർ സമയം DSP ഓഫീസിന്റെ പടിക്കൽ കാത്തു നിന്നിട്ട് സുധാകരൻ വീണ്ടും കയറി ചെന്നു. അവിടെ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരനും ക്ലർക്കനും സുധാകരനെ കണ്ട് വീണ്ടും ദേഷ്യം തോന്നി. DSPയെ കാണാനുള്ള അവകാശം അവരെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ പല കേസുകളും വരുന്നതാണ്. നിങ്ങൾ കൂടെ വന്ന് ശല്യം ഉണ്ടാക്കരുത്. ഞാൻ ശല്യം ചെയ്യാൻ വേണ്ടി വന്നതല്ല, എന്റെ മകളെ പറ്റി അന്വേഷിക്കാൻ വന്നതാണ്. സുധാകരനും വിട്ടുകൊടുത്തില്ല. വേറെയും പരാതിക്കാരുണ്ടല്ലോ, അവരും ആരും വന്നിട്ട് ഇങ്ങനെ ശല്യം ചെയ്യുന്നില്ല. ഇല്ലായിരിക്കും. മകളെ കാണാഞ്ഞ് അവളുടെ അമ്മ ഗുരുതരാവസ്ഥയിൽ കിടക്കാണ്. മകള് മരിച്ചുപോയെങ്കിലോ? സാർ അങ്ങനെ പറയരുത്. മരിച്ചുപോയെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് പിന്നീട് ജിജ്ഞാസ ഉണ്ടാവുകയില്ല. ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട മകള് മരിച്ചുപോയെന്ന് പറയാൻ എൻ്റെ നാവ് ചലിക്കുന്നില്ല. സുധാകരൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അത് കണ്ടപ്പോൾ പോലീസുകാരനും ക്ലർക്കിനും വിഷമം തോന്നി. അവരയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളെ വിഷമിക്കാതിരിക്കെ, പോലീസ് വകുപ്പിന് കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. നിരാശയോടെ സുധാകരൻ പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയിട്ട് ധൃതിയിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു. ചേരിയിൽ താമസിക്കുന്ന പുഷ്പദാസാണ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ നേതൃത്വം നൽകിയതെന്ന് കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. എന്നാൽ അയാളെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് 3 ദിവസം മുണ്ടായ സംഭവ വികാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. DYSP ഒരു സസ്പെൻഷനിലാണ്. ഞങ്ങളുടെ അന്വേഷണത്തിൽ അയാള് കുറ്റവാളികളിൽ നിന്നും കൂട്ടുനിന്ന് പറയാനും വിഷമമുണ്ട്. സുധാകരൻ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് ആശുപത്രിയുടെ പടിക്കലെത്തി. ഭാര്യയുടെ സുഖവിവരം അറിയാനായി വാർഡിനുള്ളിലേക്ക് കയറി ചെല്ലണമോ വേണ്ടോ എന്ന് അയാൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അറ്റൻഡർ വന്ന് അയാളെ വിളിച്ചു. നിങ്ങളല്ലേ സുധാകരൻ? അതെന്താ? ഡോക്ടർ വിളിക്കുന്നു. അറ്റൻഡറോടൊപ്പം സുധാകർ ഡോക്ടറുടെ മുറിയിലേക്ക് ചെന്നു. എന്താ ഡോക്ടർ? എൻ്റെ ഭാര്യ സുഖമായിരിക്കുന്നു. പറയാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ഒപ്പം മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്താണ് ഡോക്ടർ? അവൾക്ക് സീരിയസ് ആണോ? ഡോക്ടർ ഇനി എന്ത് പറയാൻ പോകുന്നു എന്ന് കേൾക്കാൻ നിൽക്കാതെ സുധാകരൻ വാർഡിലേക്ക് ഓടി. വാർഡിനുള്ളിൽ കയറിയ അയാള് ഇടിവെട്ടേറ്റതുപോലെ സ്തംഭിച്ചു നിന്നുപോയി. തൻ്റെ പ്രേയസിയുടെ ജഡം നേഴ്സുമാരെ തൂവള്ള വസ്ത്രമിട്ട് മൂടി സ്ട്രെച്ചറിലേക്ക് കയറ്റാൻ തുടങ്ങുന്നു. ഏതാനും നിമിഷങ്ങൾ സുധാകരൻ്റെ മനസാക്ഷി മരവിച്ചു. അവിടെ നിന്നും വളഞ്ഞ ദംശങ്ങളും കൂർത്ത നഖങ്ങളുമുള്ള കാട്ടാളന്മാർ സടകുടം ഞെഴുന്നേറ്റു. തൻ്റെ ഭാരം താങ്ങാനാവാതെ ഭൂമിദേവി പോലും വിറയ്ക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അധ്യായം 4. ഓടിച്ചെന്ന് ഭാര്യയുടെ ജഡത്തിൽ വീണ് കിടന്ന് കരയാൻ അയാൾക്ക് കഴിഞ്ഞില്ല. പരിസരബോധം ഉണ്ടായപ്പോൾ ഒരു അപരിചിതനെ പോലെ അയാൾ തിരികെ നടന്നു. ആശുപത്രിക്ക് പുറത്തിറങ്ങി. തൻ്റെ ഓട്ടോറിക്ഷ ഒഴികെ മറ്റൊന്നും അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ശൂന്യതയിൽ താനും ഓട്ടോറിക്ഷയും മാത്രമുള്ളതായിട്ട് അയാൾക്ക് തോന്നി.
ഓട്ടോറിക്ഷയിൽ കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മിന്നൽ വേഗത്തിൽ അയാൾ ഓടിച്ചുപോയി. ആശുപത്രി വളപ്പിന് പുറത്തു നിന്നവർ സുധാകരന്റെ മരണപ്പാച്ചിൽ കണ്ട് അന്തം വിട്ടു നിന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് സുധാകരൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു. ഭാര്യ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടും അവരുടെ ജഡം ഒരു നോക്ക് കാണുവാനോ ഒരിറ്റു കണ്ണുനീർ വീഴ്ത്തുവാനോ കഴിയാതെ അവിടെ നിന്നും നിഷ്ക്രമിച്ച മനുഷ്യനെപ്പറ്റി ആശുപത്രി ജീവനക്കാർ പരസ്പരം സംസാരിച്ചു. അയാൾ വന്ന ജഡം ഏറ്റുവാങ്ങുമോ എന്ന് പോലും അവർക്ക് സംശയം തോന്നി. റെയിൽവേ സ്റ്റേഷന്റെ തെക്കുവശത്ത് ചേരി ആരംഭിക്കുന്ന സ്ഥലത്ത് സുധാകരന്റെ ഓട്ടോറിക്ഷ നിർത്തിയിട്ട് അടുത്തുണ്ടായിരുന്ന മുറുക്കാൻ കടയിൽ ചോദിച്ച് പുഷ്പദാസിന്റെ വീട് മനസ്സിലാക്കി. ഓട്ടോറിക്ഷ കരച്ചിലോ? പഴയതിലും വീതിയുണ്ട്. പുതിയ കുടിലുകൾ കെട്ടിയപ്പോൾ വഴിക്ക് 10 അടി വീതിയുണ്ട്. സുധാകരൻ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ കൂടി അതിവിദഗ്ധമായിട്ട് തന്റെ വാഹനം മുമ്പോട്ട് ഓടിച്ചു. പുഷ്പദാസിന്റെ വീടിന് മുന്നിൽ രക്ഷ നിർത്തി. ചേരിക്കുള്ളിൽ ആദ്യമായിട്ടായിരുന്നു സുധാകരൻ എത്തിയത്. അതിനുള്ള ലോഡ് വഴികളും മുട്ടിയുരുമിയിരിക്കുന്ന കുടിലുകളും പേക്കോലം പോലെ വയറുന്തിയ കുട്ടികളെയും കണ്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത മനംമടുപ്പായി. ആരെ കാണണം? ഒരാൾ വന്ന് സുധാകരനോട് ചോദിച്ചു. പുഷ്പദാസിനെ. എവിടെ നിന്ന് വരിക? ടൗണിൽ നിന്നും. അല്ല, റിക്ഷാവാലകൾ ഇതിനുള്ളിലേക്ക് സാധാരണ വരികയില്ല. ഇത് ചേരിയല്ലേ? ഇവിടെ താമസിക്കുന്നത് മനുഷ്യരല്ലല്ലോ. അയാൾ പുച്ഛഭാവത്തിൽ സുധാകരന്റെ മുഖത്തേക്ക് നോക്കി. പുഷ്പദാസ് ഇവിടെ ഉണ്ടോ? അകത്തുണ്ട്. ഊണ് കഴിക്കുക. എന്താ വിശേഷം? ഒരു കാര്യം ചോദിക്കാൻ വന്നതാ. അർജന്റ് ആവശ്യമാണോ? അതെ. എങ്കിൽ വിളിക്കാം. കതക് തള്ളി തുറന്ന് ചെറുപ്പക്കാരൻ കുടിലിനുള്ളിലേക്ക് പോയി. ചേരിയിലെ ഏറ്റവും വലിയ കുടിലായിരുന്നു അത്. കുടിലിന് 2 മുറികളുണ്ടായിരുന്നു. ആവശ്യമായ ഫർണിച്ചറും അതിലെ ഉള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. ചെറുപ്പക്കാരൻ കതക് തുറന്നപ്പോൾ പുറംതിരിഞ്ഞിരുന്ന ഒരാൾ ഊണ് കഴിക്കുന്നത് സുധാകരൻ കണ്ടു. അയാൾക്ക് എതിർവശത്തായ ഒരു സ്ത്രീ കസേരയിലിരുന്ന് ഏതോ വാരികയുടെ പേജുകൾ മറിച്ചു നോക്കുന്നു. സുധാകരൻ കാത്തു നിൽക്കാൻ സമയമില്ലായിരുന്നു. പുഷ്പദാസ് ഊണ് കഴിഞ്ഞ് സിഗരറ്റ് പൊച്ചുകൊണ്ടിരിക്കുമ്പോൾ വിനയപൂർവ്വം മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് തന്റെ ആവലാതി ബോധിപ്പിക്കാനല്ല താൻ വന്നത്. തന്റെ പ്രിയപ്പെട്ട മകൾ എവിടെയാണെന്നറിയണം. അവളെ കാണാതായത് മുതൽ സ്നേഹനദിയായ ഭാര്യയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ താൻ ഏകനാണ്. തനിക്ക് ആരും ഇല്ലാതാക്കി തീർത്തവനാണ് മുറിക്കുള്ളിലിരുന്ന് മിഷ്ടാന്ന ഭോജനം നടത്തുന്നത്. തന്റെ വയറ് വിശന്ന് പൊരിയുന്നു. എന്നിട്ട് വിശപ്പുണ്ടെന്ന് തോന്നുന്നില്ല. ഒറ്റക്കുതിപ്പിന് സുധാകരൻ മുറിക്കുള്ളിലേക്ക് കയറി. ചോറുണ്ടുകൊണ്ടിരുന്ന പുഷ്പദാസിന്റെ പിൻകഴുത്തിൽ 2 കൈകൾ കൊണ്ടും കുത്തിപ്പിടിച്ച് മേശയ്ക്ക് പുറത്തേക്ക് 2 പ്രാവശ്യം തലയെടുപ്പിച്ച് ഉയർത്തിപ്പിടിച്ച് ചോദിച്ചു. എന്റെ മോൾ എവിടെയാണെന്ന് പറയണ നായെ. സുധാകരന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് അടുത്തു നിന്ന് ചെറുപ്പക്കാരനായിരുന്നു. അവൻ സുധാകരന് മുഖമടച്ച് ഒരടി കൊടുത്തിട്ട് പിന്നോട്ട് പിടിച്ചു തള്ളി. ഈ സമയം പുഷ്പദാസ് കസേരയിൽ നിന്നും പിടഞ്ഞെണീറ്റു. അയാളുടെ കയ്യിൽ കിട്ടിയത് മേശപ്പുറത്തിരുന്ന പ്ലേറ്റ് ആയിരുന്നു. മേശപ്പുറത്തെ പ്ലേറ്റ് അടിച്ചു പൊട്ടിച്ച് അതിൻ്റെ ഒരു കൂർത്ത കഷ്ണം കയ്യിലെടുത്തുകൊണ്ട് മുമ്പോട്ടാഞ്ഞു. പുഷ്പദാസിന്റെ ഭാര്യ സുമംഗലി തൻ്റെടിയായിരുന്നു. അവൾ മീറ്റപ്പുലിയെ പോലെ മുമ്പോട്ട് കുതിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സുധാകരൻ അവരെ ചുരുട്ടിക്കൂട്ടി പുറത്തേക്കെറിഞ്ഞു. ഓട്ടോറിക്ഷയുടെ സ്ലൈഡിൽ ചെന്നിടിച്ച് ചെളിവെള്ളം ഒഴുകുന്ന വീതി കുറഞ്ഞ ഓടയിൽ സുധാകരൻ വീണു. റിക്ഷ ചുട്ടുകരിക്കട്ടെ? ചെറുപ്പക്കാരൻ ചോദിച്ചു. വേണ്ട, അവൻ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനിൽ അംഗമായിരിക്കും. നാളെ വേറെ പ്രശ്നങ്ങളുണ്ടാകാനിടയുണ്ട്. അവനെ നമ്മൾ കൈകാര്യം ചെയ്തതിന് കുഴപ്പമുണ്ടാവില്ലേ? ഒന്നുമില്ലടാ, അവൻ നമ്മുടെ വീട് കയറി ആക്രമിച്ചതിന് ശിക്ഷയാണ് നൽകിയത്. അതിന് യൂണിയൻ ഇടപെടുകയില്ല. കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് പോയിക്കോണം. കുറച്ച് വെള്ളം എടുത്ത് മുഖത്തൊഴിച്ചു കൊടുക്കുക. ബോധം നശിച്ചു കിടക്കുന്ന സുധാകരന്റെ ചുറ്റും പെണ്ണുങ്ങളും കുട്ടികളും തടിച്ചുകൂടി. വിവരം പറഞ്ഞ് പല സ്ഥലങ്ങളിലും ചൂത് കുളിച്ചുകൊണ്ടിരുന്നവരും ചാരായം പാറ്റുന്ന പണിയിൽ ഏർപ്പെട്ടിരുന്നവരും സ്ഥലത്തെത്തി. പുഷ്പദാസിനോടുള്ള തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാനായി പുഴുത്ത തെറി വിളിച്ചുകൊണ്ട് പലരും സുധാകരനെ ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്തു. അയാൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് തടസ്സം പിടിക്കാൻ ചെന്നവരെ കൂടി കൂറ് പ്രഖ്യാപിക്കാൻ എത്തിയവർ അടിച്ചു. പുഷ്പദാസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി. തെരുവ് സർക്കസ് കാണാൻ നിൽക്കുന്നവരെ പോലെ സുധാകരനും ഓട്ടോറിക്ഷയ്ക്ക് ചുറ്റും ജനങ്ങളെ തടിച്ചുകൂടി നിൽക്കുകയായിരുന്നു. പകൽ സമയം ചേരി പ്രദേശത്ത് താമസിക്കുന്ന പലർക്കും പണിയൊന്നുമില്ല. നേരം സന്ധ്യയാകുന്നവരെ എങ്ങനെയെങ്കിലും സമയം തള്ളി നിൽക്കണം. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സുധാകരൻ സാവധാനം കണ്ണു തുറന്നു. ചുറ്റും നിൽക്കുന്നവരെ അഴമിഴിച്ചു നോക്കി. താൻ എവിടെയാണ്? ഈ ജനങ്ങൾ എന്തിനാണ് തൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നത്? ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ സംഭവങ്ങൾ അയാൾക്ക് ഓർമ്മ വന്നു. പുഷ്പദാസിന്റെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ തന്നെ പിടിച്ചു തള്ളിയിട്ടതും അടിവയറ്റിൽ തൊഴിച്ചതും മാത്രം ഓർമ്മയുണ്ട്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ. സുധാകരൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്നാൽ കയ്യും കാലും ചലിക്കുന്നില്ല. നടുവൊടിഞ്ഞ പാമ്പിനെ പോലെ കിടക്കുകയാണ്. ചുറ്റും കൂടി നിൽക്കുന്ന ആരും അയാളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചില്ല. നിസ്സഹായതയോടെ അയാൾ അവരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി. സഹതാപം നിലയ്ക്കുന്ന ഒരു മുഖം പോലും കാണുവാനില്ല. മറിച്ച്
താൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ട് അവരുടെ മുഖത്ത് ചിരി പൊട്ടുകയാണ്. എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കാമോ? പതിഞ്ഞ സ്വരത്തിൽ അയാൾ ചോദിച്ചു. അത് കേട്ട് കുട്ടികൾ കൈകെട്ടി ആർത്ത് ചിരിച്ചു. ചിരികൾക്കിടയിൽ പുഴുത്ത തെറിയും സുധാരൻ കേട്ടു. ആൾക്കൂട്ടത്തിൽ നിന്നും പലരും സുധാരനെ വീണ്ടും അടിച്ചു. പൊടിയാക്കണമെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അവരെല്ലാവരും. ചേരിയിൽ താമസിക്കുന്നവരും മനുഷ്യരാണ്. വീടും ഉദ്യോഗവും ഇല്ലെന്നേ ഉള്ളൂ എന്ന് വെച്ച് ഒരാൾ വന്ന് കയ്യേറ്റം ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. എടാ മോനെ, നിന്നെ ഞാൻ കൊല്ലും. മജീദ് വെറുതെ ഇരിക്കും. അവനവൻ്റെ പാട്ടിന് പോട്ടെ. ഇല്ല ഏട്ടാ, ഈ ചേരിയിൽ വന്ന ഒരുത്തനും രാജാവുണ്ട. ഇവിടുത്തെ രാജാവ് പുഷ്പദാസാണ്. നീ ഒന്ന് അടങ്ങും മജീദേ. രാജാവാകാൻ വന്നവന് കൂലി കൊടുത്തില്ലേ? ഇനിയും അവനെ അടിച്ച ആ ശവത്തിന് ഉത്തരവാദിത്തം പറയേണ്ടി വരും. ശവം? ഥൂ, പോലീസ് ഓരോന്ന് തീ വച്ചപ്പോൾ എത്രയെണ്ണം ചത്തടാ. നമുക്ക് ശവം ഒരു പ്രശ്നമല്ല. ഈ പട്ടണത്തിലുള്ള എല്ലാത്തിനെയും മുഴുവൻ ഒറ്റയ്ക്ക് ഈ മജീദ് തട്ടും. മജീദ് അലറി. അയാളെ സമാധാനിപ്പിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവറെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാമെന്ന് കരുതി ഒരു ചെറുപ്പക്കാരൻ സോഡയും വാങ്ങിക്കൊണ്ട് സുധാറിൻ്റെ അടുത്തെത്തി. സോഡ വഴിയിൽ വെച്ചിട്ട് അവൻ സുധാറിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കുറച്ച് സോഡ കൈക്കുമ്പിളിലെടുത്ത് സുധാകരൻ്റെ മുഖത്തേക്ക് തെളിച്ചതിന് ശേഷം ബാക്കി കുടിക്കാൻ കൊടുത്തു. സോഡ കുടിച്ചു കഴിഞ്ഞപ്പോൾ സുധാകരന് നല്ല ഉന്മേഷം തോന്നി. ചെറുപ്പക്കാരൻ്റെ ഉന്മേഷത്തോടെ അയാൾ എഴുന്നേറ്റു. വണ്ടി ഓടിക്കാമോ? എന്നാൽ വണ്ടിയും കൊണ്ട് വേഗം സ്ഥലം വിട്. ഇവിടെ നിന്ന് അവർ കൊന്ന് റെയിൽവേ പാളത്തിൽ വെക്കും. സുധാകരൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. സ്വിച്ച് ഓൺ ചെയ്തിട്ട് കിക്കർ വലിച്ചു നോക്കി. കൈക്ക് തീരെ ബലമില്ല. കിക്കർ വലിച്ചു ഉയർത്താൻ കഴിയുന്നില്ല. സുധാകരൻ്റെ നിസ്സഹായത കണ്ട് ചെറുപ്പക്കാരൻ കിക്കർ വലിച്ചു ഉയർത്തി. ഓട്ടോയുടെ എഞ്ചിൻ സ്റ്റാർട്ടായി. നന്ദി സൂചകമായിട്ട് സുധാകരൻ ചെറുപ്പക്കാരനൊന്ന് നോക്കി. അവൻ മുമ്പോട്ട് കുനിഞ്ഞ് സുധാകരനെ കാരണത്തൊരടി കൊടുത്തിട്ട് പറഞ്ഞു, വേഗം സ്ഥലം വിട്ടോ. ചേരി താമസിക്കുന്നത് പട്ടികളല്ല, മനുഷ്യരാണ്. സുധാകരൻ്റെ മുഖത്ത് അടി വീണ ഉടനെ ആബാലബദ്ധം ജനങ്ങളും പൊട്ടിച്ചിരിക്കുകയും കൂക്കി വിളിക്കുകയും ചെയ്തു. അയാൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി മുന്നോട്ടെടുത്തു. എന്നിട്ടും വണ്ടിയുടെ മുമ്പിൽ നിന്നും ആരും മാറിയില്ല. എന്നെ ഉപദ്രവിക്കാതെ വിടൂ, സുധാകരൻ പറഞ്ഞു. അപ്പോൾ ജനങ്ങൾ പിന്നെയും ചിരിച്ചു. 60ഓളം വയസ്സ് വരുന്ന പ്രായം വരുന്ന സ്ത്രീ തൻ്റെ വായിൽ കിടന്ന് മുറുക്കാൻ ഓട്ടോയുടെ മുൻവശത്തെ ഗ്ലാസ്സിലേക്ക് തുപ്പി. വീണ്ടും ജനം ആർത്തട്ടഹസിച്ചു. ആരോ ഇടപെട്ട് അല്പം വഴിയുണ്ടാക്കി കൊടുത്തു. സുധാകരൻ ഓട്ടോറിക്ഷയുമായിട്ട് സാവധാനം ഓടിച്ച് ജനവലയത്തിന് പുറത്തു കടന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് കടന്ന് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തെത്തിയപ്പോഴാണ് ടയറുകളിൽ കാറ്റില്ലെന്ന് മനസ്സിലായത്. മണ്ണും ചെളിയും പിടിച്ച വസ്ത്രങ്ങളും കരിവാളിച്ച സുധാകരന്റെ മുഖവും കണ്ടപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അയാളുടെ ചുറ്റിനും കൂടി. എന്തു പറ്റിയടാ? ചേരി നിവാസികളെ തന്നെ ക്രൂരമായി മർദ്ദിച്ച കഥ സുധാകരൻ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഡ്രൈവർമാർ സുധാകരനെ കുറ്റപ്പെടുത്തി. താനല്ലാതെ ആരെങ്കിലും അവിടേക്ക് പോവോ? വഴക്ക് വിലയ്ക്ക് വാങ്ങാനായി ഇരിക്കുന്നവരല്ലേ അവര്? ഏതായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. 10 പോലീസുകാർ ആശുപത്രിയിൽ കിടക്കാണ്. എന്നിട്ട് ഒരു ചുക്കും സംഭവിക്കാത്ത മട്ടിൽ പുഷ്പദാസ് നെഞ്ചും വിരിച്ച് നടക്കുന്നു. ഡ്രൈവർമാരെ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ട്രെയിൻ വന്നു. എല്ലാവരും സുധാകരൻ്റെ അടുത്തു നിന്നും അവരവരുടെ വാഹനങ്ങളിലേക്ക് നീങ്ങി. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഓട്ടോകളും ടാക്സികളും സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം സുധാകരൻ കേട്ടു. എല്ലാവരും സ്റ്റേഷൻ പരിസരത്തു നിന്നും അപ്രത്യക്ഷരായി. റെയിൽവേ സ്റ്റേഷൻ വിജനമായിരുന്നു. ഏതോ വാഹനത്തിലേക്ക് ലഗേജ് ചുവന്ന് കൊടുത്തിട്ട് തിരികെ വന്ന പോർട്ടർ സുധാകരനെ കണ്ടു. അവരെ തമ്മിൽ വളരെ നേരം സംസാരിച്ചു. പുഷ്പദാസിൽ നിന്നും 1 വർഷം മുമ്പ് മർദ്ദനമേറ്റ തങ്കപ്പനായിരുന്നു പോർട്ടർ. രണ്ടുപേരുടെയും ശത്രു ഒരാൾ. രണ്ടുപേരും തുല്യ ദുഃഖിതർ. എങ്ങനെ ആശാനെ, പുഷ്പദാസനോട് എങ്ങനെയാ പകരം വിട്ടുക? അല്പം ആശ്വാസത്തോടെ സുധാകരൻ ചോദിച്ചു. മരിച്ചാലും പിന്മാറാത്ത ഒരാൾ തൻ്റെ കൂടെയുണ്ടെങ്കിൽ ഞാൻ ഏറ്റു. പക്ഷെ ഒറ്റയ്ക്ക് വയ്യ. ഞാൻ തയ്യാറാണ്. മരണം എനിക്കൊരു പ്രശ്നമേ ഇല്ല. സുധാകരന്റെ കണ്ണുകളെ തിളക്കം തങ്കപ്പൻ കണ്ടു. പോലീസിനെ പോലെ മുട്ടുകുത്തിച്ച പുഷ്പദാസിനെ കെണിയിൽ വീഴ്ത്താൻ അവർ മറ്റൊരു പദ്ധതിക്ക് രൂപം കൊടുക്കുകയായിരുന്നു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ശബ്ദം ചെറുതായിട്ട് മാറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ചെറിയൊരു എപ്പിസോഡിൽ ഒതുക്കുന്നത്. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈം.